മേളിലോട്ട് കയറി വരുമ്പോൾ തോമസ് ലീയുടെ ഒരു രൂപമാണ് ഇങ്ങനെ വെച്ചിരിക്കും. പലരും വന്നിട്ട് ഇതിലൂടെ ചാടി അപ്പുറത്തോട്ടൊക്കെ പോകും. അതായത് അപ്പുറത്തെ സൈഡിൽ മലയൊക്കെ ഉണ്ട്. ഇതുപോലുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ഉള്ളത്. താഴ്വാരം മൊത്തമായിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കനകമല പള്ളിയുടെ ഫ്രണ്ടിലാണ് ഉള്ളത്. അതായത് നമ്മുടെ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രം പോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ഈ കനകമല പള്ളി. അതുപോലെ തന്നെ നമ്മുടെ മലയാറ്റൂർ മല കയറുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ കനകമലയിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ വീഡിയോയിലെ കാഴ്ചയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കനകമല പള്ളിയാണിത്. ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ആ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ പഴയ പള്ളിയാണ്. പിന്നെ ആ കാണുന്ന മലയാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഈ പള്ളിയുടെ അകമൊന്ന് കണ്ടിട്ട് നമുക്ക് ഏതായാലും മല കയറാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ അൾത്താരയാണ് ഈ കാണുന്നത്. പിന്നെ ഇതെല്ലാം നമ്മുടെ പള്ളിയുടെ അകത്ത് നിൽക്കുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഈ പള്ളിയുടെ അകമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണാണ്ട് നമ്മുടെ കനകമല കയറാൻ പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഈ കാണുന്നത്. ഈ വഴിയാണ് നമുക്ക് മേളിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഏതായാലും നമുക്ക് മേളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കനകമലയിലോട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. നമ്മുടെ മലയാറ്റൂർ മല കയറുമ്പോൾ ഉള്ള പോലെ തന്നെ അത്യാവശ്യം കല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ സൈഡിലൊക്കെ നിറച്ച് കാട്, അതുപോലെ വലിയ കല്ലൊക്കെ ഉണ്ട്. ഈ കാണാത്ത ഇഷ്ടംമാരെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തീർത്ഥാടന ടൈമാണ് നമ്മുടെ ഈ കനകമലയില. പക്ഷേ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന സമയം ഏകദേശം ഒരു ഉച്ച 12 മണിയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആളുകളൊന്നും ഇല്ല ഈ വഴിയിലൊന്നും. പിന്നെ നമ്മുടെ മലയാറ്റൂർ മലയായിട്ട് വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ഭയങ്കരമായ കുത്തനെയുള്ള കയറ്റമാണ് നമ്മുടെ ഈ കനകമല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ വഴി കണ്ടില്ലേ, നമ്മുടെ മലയാറ്റൂരിനേക്കാളും കുത്തനെയുള്ള കയറ്റം ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലടാ. നല്ല അടിപൊളി കയറ്റം ഉണ്ടാ. കുത്തനെയാണ് നമ്മുടെ ഈ വഴി എടുക്കുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ കിതക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇനിയുള്ള എൻ്റെ സംസാരത്തിൽ നല്ല രീതിയിൽ അണപ്പ് ഫീൽ ചെയ്യും കേട്ടോ. എൻ്റെ അമ്മ വിചാരിച്ചില്ല ഇത്രയും വലിയ കയറ്റം ഇരിക്കുന്നു കേട്ടോ. ഇവിടെയും നമ്മുടെ മലയാറ്റൂർ പോലെ തന്നെ കുരിശ് ചുമന്നുകൊണ്ട്, അതായത് ഓരോ വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എന്നെ കൊണ്ട് ഇപ്പം തന്നെ നടന്നിട്ട് തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ അവസ്ഥ നമ്മൾ പറയേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏതായാലും മല കയറാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ കയറി വന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, കുത്തനുള്ള കയറ്റം കേട്ടോ. അതുപോലെ തന്നെ അതെ നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ അതെ 2ാം സ്ഥലമായിട്ടോ. ഇനി ഏതായാലും നമുക്ക് മേളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇനി ഏതായാലും കയറാനുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കുത്തനെയാണ് നമ്മുടെ ഈ മല കിടക്കുന്നത്. നമ്മൾ 2ാം സ്ഥലം കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ വലിയ പാറയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കുറേ ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തീർത്ഥാടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ രാത്രി 10:30 വരെ നമുക്ക് മല കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പാറപ്പുറത്ത് നിൽക്കുമ്പോഴുള്ള കാഴ്ച കാണുന്നത് നല്ല ഭംഗിയാണ്. അതായത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏകദേശം എത്ര ഹൈറ്റിലാണ് നിൽക്കണേന്നുള്ള കേട്ടോ. ഇപ്പം നിൽക്കുന്ന സ്ഥലം 2ാം സ്ഥലം കഴിഞ്ഞിട്ടുള്ളൊരു പാറയുടെ മേളിലാണ് കേട്ടോ. ഏതായാലും നമുക്ക് കണ്ടില്ലേ, ഈ പാറ കയറിയിട്ട് ഇനിയും മേളിലോട്ട് പോവാട്ടോ. എല്ലാവരും ഭയങ്കര കുത്തനെയുള്ള കയറ്റം ഉണ്ടാ. ക്യാമറയിൽ നിങ്ങൾക്കത് എത്രമാത്രം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആ കാണാണ്ട് നമ്മുടെ 3ാം സ്ഥലമാണ്. 3ാം സ്ഥലത്ത് നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. നമുക്ക് എന്താ പറയുക, അത് അങ്കമാലി ഭാഗമാണോ ഏത് ഭാഗം എന്നറിയില്ല. ഏതായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ കാണുന്ന പള്ളിയാണല്ലേ, അതാണ്ട നമ്മൾ ഏറ്റവും ആദ്യം കണ്ട പള്ളിയാണ് കാണുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഇനിയും നമുക്ക് മേളിലോട്ട് കയറാം കേട്ടോ. നല്ല കുത്തനെന്നുള്ള കയറ്റം തന്നെ കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നോട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല മനോഹരമായ പ്ലേസാണ്. അതുപോലെ തന്നെ നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണിക്കുന്നത് 3000 ഫീറ്റാണ് നമ്മുടെ ഈ മലയുടെ ഹൈറ്റ് വരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏതായാലും മല കയറാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 12:30 ആയിട്ടോ. 12 മണിക്കാണ് ഞാൻ മല കയറാൻ തുടങ്ങിയത്. ഇപ്പോൾ അതേ 4ാം സ്ഥലം എത്തിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് മേളിലോട്ട് കുറേ കയറാനുണ്ട് കേട്ടോ. പക്ഷേ
സത്യം പറയാം ഞാൻ നല്ല രീതിയിൽ ഇണച്ചി. ഇനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കയറാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മേലോട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും മേളിലോട്ട് കയറാൻ തുടങ്ങി കേട്ടോ. അത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടാൽ നല്ല വലിയ പാറകളാണ് ഈ ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കയറ്റം നോക്കി, നല്ല അടിപൊളി കയറ്റം കേട്ടോ. ഇതുപോലുള്ള സ്ഥലത്തേ കൂടെ നമ്മൾ കുത്തനെയുള്ള സ്ഥലം ഇങ്ങനെ കയറി പോകണം. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എളുപ്പമായിട്ട് നമുക്ക് ഈ മല കയറാൻ പറ്റില്ല കേട്ടോ. ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെയിലുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ടയർഡായി പോകും കേട്ടോ. അത് സമയം ഒരു വൈകിട്ടുള്ളൊരു സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്കധികം ചൂടുണ്ടാവില്ല. പിന്നെ എന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഈ ഇണക്കുന്ന പോലൊന്നും ഇണച്ചും പോവില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വേലി കെട്ടി അടച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഫോറസ്റ്റിൻ്റെ ഒരു മുന്നറിയിപ്പുണ്ട്. അതായത് ഈ വേലി കടന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വകുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അകത്തോട്ടൊന്നും ആരും കയറാതിരിക്കുക. ഇതിപ്പോൾ നമ്മളിത് 5-ാം സ്ഥലം എത്തി കേട്ടോ. ഈ കാണാൻ നമ്മുടെ 5-ാം സ്ഥലം. ഇനിയും ഫുള്ള് ഇതുപോലെ തന്നെ കുത്തനെ ഉള്ള കയറ്റം കേട്ടോ. എല്ലായിടത്തും ഇതുപോലത്തെ ഉരുണ്ട കല്ലുകളാണ് കേട്ടോ. നമ്മൾ നടക്കുമ്പോൾ നോക്കി നടക്കണം. കാല് തെറ്റിക്കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ ഈ താഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളേ, നിലത്തുണ്ടാവുള്ളൂ നമ്മൾ. പിന്നെ ഈ സമയത്തൊന്നും ആരും ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മല കയറാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടാണ്. അപ്പോൾ കുറച്ച് കയറി വന്നപ്പോൾ തന്നെ അതേ നോക്കി ഇവിടെ ഒരു മല കണ്ടില്ലേ, അതായത് നമ്മുടെ ഈ പാറ ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കേണ്ട. ഇനി ഇത് കയറിയിട്ട് വേണം മേളിലോട്ട് പോകാനായിട്ട്. ഇതെങ്ങനെ കയറുമെന്ന് ആലോചിച്ചിട്ടുള്ള നിൽപ്പാണ് ഞാനീ നിൽക്കണേ കേട്ടോ. നമുക്ക് ഏതായാലും ഈ മല ഏതായാലും കയറാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ കുത്തനെയുള്ള മല കയറാൻ പോകാണ്ട. കയറി വന്നതിൽ ഇപ്പോൾ ഇത്തിരി ടാസ്ക് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഇത്. നല്ല കുത്തനെയുള്ള കയറ്റമുണ്ടത്. എൻ്റെ പിന്നെ താഴത്തു നിന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് ഈ സ്ലോപ്പായിട്ടുള്ള ഭാഗം മാത്രം കണ്ടത്. കയറി വന്നപ്പോൾ അതെ ഇതുപോലെ നടന്നു വന്ന നല്ല അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നിലത്ത് നിന്ന് നോക്കി അത്രയും പാടില്ല കേട്ടോ ഇത് കയറി പോരാനായിട്ട്. നമ്മളപ്പോൾ അതെ ഈ കയറ്റം കൊണ്ട് കയറി വന്നത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ളൊരു കയറ്റം വരുന്നു കേട്ടോ. നമ്മൾ ആദ്യം കണ്ട അത്രയും ഉണ്ടായിരുന്നില്ല ഇത്. പിന്നെ ഇനി ഇതേ മേളിലോട്ടാണ് നമുക്കിനി പോകേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്ഥലം എത്തിയിട്ട് കാണാം കേട്ടോ. അതായത് കൂടുതൽ ഇതുപോലുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മേളിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഈ കാണുന്നതല്ല നമ്മൾ മേളിലോട്ട് കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട്. അതായത് എന്താ പറയുക, താഴ്വാരം മൊത്തമായിട്ട് കാണാം. അറ്റം വരെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ അത്രയും ഉയരത്തിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടണേ കേട്ടോ. നമ്മളപ്പം മല കയറിയിട്ട് 8-ാം സ്ഥലം ജസ്റ്റ് എത്തിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ ഇറക്കം കണ്ടില്ലേ, ഈ കയറ്റം കൊണ്ടാണ് നമ്മൾ കയറി ഇവിടം വരെ വന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ വലിയ വലിയ പാറകളൊക്കെ ഉണ്ടാ. ഇനി മേളിലോട്ട് എങ്ങനെയുള്ള കയറ്റമൊന്നും അറിയില്ല. നമുക്കിങ്ങനെ മേളിലോട്ട് പോകും തോറും ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റമുണ്ട് ഇങ്ങോട്ടേക്ക്. ഈ ഭാഗത്തൊക്കെ ജസ്റ്റ് എന്താ പറയുക സ്റ്റെയർ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാറ തന്നെ വെട്ടിയിട്ട് ഉണ്ടാക്കിയേക്കണേ ഈ ഭാഗം. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ കിട്ടണത്. അത് ഏതാ സ്ഥലങ്ങളെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട്. ഇതൊക്കെ കണ്ടില്ലേ. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് മേളിലോട്ട്. ഇതെല്ലാം നമ്മൾ കയറി മേളിൽ ചെല്ലണം. ഇപ്പം നമ്മൾ ഏകദേശം 8-ാം സ്ഥലം വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നുണ്ട് 6 സ്ഥലങ്ങൾ. നമ്മളപ്പോൾ മല കയറാൻ തുടങ്ങിയത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ്. നല്ല കയറ്റമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. നിങ്ങൾ ഈ കണ്ടില്ലേ, ഈ മലയും ഇനി നമ്മൾ മേളിലോട്ട് കയറണം. നമ്മൾ ജസ്റ്റ് ഒരു 9-ാം സ്ഥലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും കിടക്കേണ്ടത് മേളിലോട്ട് കുറേ കയറാനായിട്ട്. ഇതുപോലുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ഉള്ളത്. മലയേറ്റൂരൊക്കെ അത്യാവശ്യം നമുക്ക് എന്താ പറയുക നടന്നു പോകാൻ വേണ്ടി സ്ലോപ്പായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതുപോലുള്ള വലിയ വലിയ കല്ലുകളാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ ഞാൻ മലയേറ്റാൻ തുടങ്ങിയിട്ട് ഭക്ഷണം
ഒന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല. ആ കാണുന്നുണ്ടോ നമ്മുടെ 10ാം സ്ഥലമാണ് കാണുന്നത്. മല കയറുന്നതിനോടൊപ്പം തന്നെ സംസാരിക്കണോണ്ടാണ് നല്ല രീതിയിൽ കിതക്കുന്നത് കേട്ടോ. നിങ്ങളിങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നോട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ടത്. ഇങ്ങോട്ടേക്കൊക്കെ വരുംതോറും നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇത് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് നമ്മൾ നടന്നു പോണത്. ഇത് നമ്മുടെ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് വിട്ട് കൊടുത്തേക്കണെയാണ് ഫോറസ്റ്റ് നമ്മുടെ പള്ളിക്ക് വേണ്ടി. പിന്നെ നമ്മൾ ഈ മല കയറുമല്ലോ, മല കയറുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കൈ കരുതണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടിൽ വാട്ടർ നമ്മുടെ കയ്യിലും വേണം കേട്ടോ. അതായത് പോരുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും കേട്ടോ, പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കയ്യിലൊരു ബോട്ടിൽ വെള്ളം എപ്പോഴും കരുതുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പം നല്ല രീതിയിൽ അണച്ച് നല്ല രീതിയിൽ വേർത്തൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഉള്ളെന്നാണ് ഒരു ചേട്ടനെ നേരത്തെ കാണുമ്പോൾ പറഞ്ഞു ചേട്ടാ മേളിലോട്ട് കയറാനായിട്ട്. ഇനി ഏതായാലും നമുക്ക് മേളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ കയറി പോകുന്ന ഫുൾ വഴി ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഇതുപോലുള്ള കല്ലുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് മേളിൽ ചെന്നിട്ട് ബാക്കി കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ മല കയറാൻ തുടങ്ങിയിട്ട് ഫൈനലി 14ാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കാണുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കാടാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമൊന്നും ഇല്ല കേട്ടോ. പിന്നെന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ആട്ടോ നമ്മളിവിടെ വന്ന് കയറി കഴിയുമ്പോൾ. അതായത് ഇത്രയും കാടിൻ്റെ അകത്ത് നിന്ന് കഴിയുമ്പോഴുള്ളൊരു എന്താ പറയുക ശുദ്ധവായു ആയാലും ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴുള്ളൊരു ഫീലിങ്സ് ആയാലും അത് നമ്മളിവിടെ വന്ന് അനുഭവിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, മേളിലോട്ട് പോയിട്ട് മേളിലെ പള്ളി നമുക്ക് കാണാം കേട്ടോ. നമ്മളപ്പോൾ ഏതായാലും മലയുടെ മേളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആ കാണണം കേട്ടോ നമ്മുടെ പള്ളി. നമ്മൾ മേളിലോട്ട് കയറി വരുമ്പോൾ പള്ളിയുടെ മുന്നിലായിട്ട് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് തോമാസ് ലീയുടെ ഒരു രൂപമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുന്നത്. പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ പള്ളി കേട്ടോ. ഇതാണ് നമ്മുടെ മലമേളിലുള്ള പള്ളി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പള്ളിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കാഴ്ചയാണ് നമുക്ക് ഈ പള്ളിയുടെ മേളിൽ നിന്ന് കഴിയുമ്പോൾ കിട്ടുന്നത്. ഒന്നും പറയാനില്ല, നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സീനറീസൊക്കെ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിയുടെ മേളിൽ ആ പാറയിലാണ് നിൽക്കുന്നത്. സൈഡിലായിട്ട് ഇവർ കണ്ടില്ലേ ഇതുപോലെ സേഫ്റ്റിക്ക് വേണ്ടി കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങോട്ടേക്ക് കുത്തനെ ഉള്ളൊരു ഇറക്കോണി കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും ആരും പോകാതിരിക്കാൻ വേണ്ടിയാണ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ പുറകിലോട്ടുള്ളൊരു വഴിയാണ്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെയുള്ളൊരു കാഴ്ച എന്താണെന്ന് കൂടെ നോക്കിയിട്ട് വരാം. ഇവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, പലരും വന്നിട്ട് ഇതിലൂടെ ചാടി അപ്പുറത്തോട്ടൊക്കെ പോകും. അതായത് അപ്പുറത്തെ സൈഡിൽ മലയൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് കയറിപ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരം എന്ന് തന്നെ പറയാം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മല കയറി വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ മലയുടെ മേളിൽ വന്നപ്പോൾ ഉള്ള ഒരു കാറ്റുണ്ടല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട്, അതായത് ഭയങ്കര തണുത്തൊരു കാറ്റാണ് നമ്മളിവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അത് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഈ കനകമല ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്ര മനോഹരമാണോ നമ്മുടെ ഈ സ്ഥലം. ഫ്രണ്ട്സ്, അപ്പം എനിക്ക് മല കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് മല കയറാനായിട്ട്. പക്ഷെ മല കയറി നമ്മുടെ ഈ മലയുടെ മേളിൽ എത്തിയതിന് ശേഷം എന്താ പറയുക അത്രയും വലിയൊരു മല കയറി എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് പറയുക അങ്ങനെ ഒരു ക്ഷീണം എനിക്കിപ്പോൾ ഇല്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ വെച്ചാൽ ഒരു കൂളായിട്ട്, അതായത് നമുക്കൊരു എന്താ പറയുക നല്ല തണുത്ത കാറ്റ് അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ മേളിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കനകമല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമുണ്ട് നമ്മുടെ ഈ കനകമല. അപ്പോൾ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് കയറാൻ നോക്കണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഏതായാലും നമ്മുടെ കനകമലയുടെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.